ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയെ സ്റ്റാലിൻ ജോസഫിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച ശേഷം രോഹിത്തിനോട് ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്നുണ്ട്. അതിന് കാരണം വൈജയന്തി തന്നെയാണ്. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാനായിട്ട് പോവുകയാണ്. അച്ഛൻ അവളുമായിട്ട് എന്തോ രഹസ്യബന്ധമുണ്ട്. ഇത്രയും നാൾ സ്വന്തം മകളാണെന്ന് പറഞ്ഞിരുന്നു. ദേ അവളതല്ലെന്ന് തെളിഞ്ഞല്ലോ. ഇനി നിങ്ങൾ മക്കൾക്ക് ചോദിച്ചൂടെ അവൾ എവിടെയാണ്, അവളുടെ അഡ്രസ്സ് എന്താണ്, അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കറിയാനുള്ള അവകാശമില്ലേ? അത് കേൾക്കുമ്പോൾ രോഹിത്തിനും ബബിതയ്ക്കൊക്കെ തോന്നാണ്, ശരിയാണല്ലോ, അച്ഛനതിന് ഞങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കണം, അതിലെന്തോ ഒരു രഹസ്യമില്ലേ എന്ന് രോഹിത്തിന് തോന്നാണ്. തൻ്റെ മകൻ്റെ മനസ്സിൽ തന്നെക്കുറിച്ച് സംശയം പാടില്ല എന്ന് കരുതി. ഇനി അല്ലെങ്കിലും ഞാൻ എത്ര നാൾ, അതുകൊണ്ട് സത്യങ്ങളൊക്കെ അവനറിയണം. ഈ കുടുംബം ഇനി മുന്നോട്ട് പോകേണ്ടത് രോഹിത്തിൻ്റെ കൈകളിലാണ്. അവനപ്പോൾ എല്ലാം അറിയണ്ടേ? അങ്ങനെ ഒടുവിൽ ബാലചന്ദ്രൻ ആ രഹസ്യം രോഹിത്തിനെ അറിയിച്ചു. അപ്പോഴേക്കും രോഹിത്താണെങ്കിലോ ആകെ തകർന്നു പോയി. അവൻ ഒട്ടും പ്രതീക്ഷയല്ല ഈ കഥയിൽ ഇങ്ങനൊരു ട്വിസ്റ്റുള്ള കാര്യം. താനും ചേച്ചിയെല്ലാം ഒരേ വയറ്റിൽ പിറന്നവരാണെന്ന കാര്യം രോഹിത്തിന് വല്ലാതെ വേദനയായി. താൻ എന്തെല്ലാം പറഞ്ഞിട്ടാ ചേച്ചിയെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. സ്വന്തം ചേച്ചിയാണല്ലോ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത്. അന്ന് ആ കത്രിക എടുത്ത് വയറ്റിൽ കുത്തി കീറില്ലെങ്കിൽ ഞാൻ എന്നൊക്കെ ആലോചിച്ച് അവൻ നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നാ. പിറ്റേ ദിവസം അലീനെ കാണണമെന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കുന്നുണ്ട്. അങ്ങനെ അലീനക്കരിയിൽ പോയി 2 ദിവസം നിന്നിട്ടാണ് രോഹിത് തിരികെ വരുന്നത്. അതോടുകൂടെ വൈജന്തിക്ക് കലി കയറാണ്. ഇപ്പോൾ അച്ഛൻ്റെ അതേ പാതയിലാണ് മോനും. അവളെ കാണാതിരിക്കാൻ നിനക്ക് പറ്റുന്നില്ല അല്ലേടാ? എന്ത് കാണിച്ചാ അവളൊക്കെ നിന്നെ മയക്കിയിരുത്? ആണുങ്ങളെ മയക്കെടുക്കാൻ പറ്റി ഇതിലും നല്ലൊരു സാധനം വേറെ ഞാൻ കണ്ടിട്ടില്ല. വൃത്തികെട്ടവൾ. അതെങ്ങനെയാ? സ്വന്തം അമ്മയുടെ സ്വഭാവമല്ലേ കാണിക്കൂ. ഏതോ ഒരു സ്ത്രീ പിഴച്ച് പ്രസവിച്ച് ഉപേക്ഷിച്ച് പോയവളല്ലേ, അപ്പോൾ ആ സ്വഭാവം കാണിക്കും. ആ, അത് ശരിയാണ്. ആ സ്ത്രീയുടെ സ്വഭാവം തന്നെയായിരിക്കും അലി ചേച്ചി കാണിക്കുന്നത്. അല്ല, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ വിവാഹത്തിന് മുമ്പ് പ്രസവിച്ചെന്നോ അച്ഛന് മകളുണ്ടോയെന്നും എനിക്കറിയത്തില്ല. അമ്മ ഇനിങ്ങനെ നാവിനെല്ലില്ലെന്ന് കരുതി ഓരോ കാര്യങ്ങൾ പറയണ്ട. രോഹിത് ദേഷ്യം പിടിച്ച് വൈജയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് സ്റ്റെയർ കേസ് കയറി പോകുന്നുണ്ട്. അത് വൈജയുടെ മനസ്സിൽ കൊള്ളുകയും ചെയ്യാണ്. വൈജയുടെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നാം. എന്തുകൊണ്ടാ അവൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇനി അവൻക്കും അവൻ്റെ അച്ഛനും എന്തെങ്കിലും സൂചന? ഒരു സാധ്യതയില്ല. 24 വർഷങ്ങൾക്ക് മുമ്പേ ഞാനൊരു പെൺകുഞ്ഞെ പ്രസവിച്ചത് ആർക്കും അറിയില്ല. അറിയുന്നവരൊക്കെ മരിച്ചുപോയി. ഇനിയുള്ളത് ഗംഗേട്ടനും മാലതി ചേച്ചിയും ശിവേട്ടനുമാണ്. അവർ ഒരിക്കലും ഈ രഹസ്യം ബാലചന്ദ്ര മേനോനോടോ രോഹിത്തിനോട് പറയാൻ ഇടയില്ല. ആ സമയത്ത് വൈജയന്തി റൂമിലേക്ക് പോകുന്നുണ്ട്. അന്നേരം അവളുടെ മനസ്സിലാണെങ്കിലോ ഈ ഒരു ചിന്തയാണ്. ആഗ്രയിലെ ആ ഒരു വാടക വീട്ടിലും 8-9 മാസമായപ്പോൾ സ്റ്റാലിൻ ജോസഫ് തൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയും തൻ്റെ വയറ്റിലുള്ളത് പെൺകുഞ്ഞോ ആൺകുഞ്ഞോ എന്ന സംശയം പറഞ്ഞ് കളിതമാശകൾ പറഞ്ഞതെല്ലാം അവളുടെ മനസ്സിലോട്ട് ഓടിയെത്തി. എന്നാൽ ബബിത വിളിക്കുമ്പോഴാണ് വൈജയന്തിയുടെ സകല ബോധം തെളിയുന്നത് കേട്ടോ. അങ്ങനെ വൈജയന്തി രോഹിത്തിൻ്റെ റൂമിലേക്ക് ചെന്ന് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, അല്ല രോഹിത്തെ, നീ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അമ്മ ഈ കാര്യം ഇപ്പോഴും വിട്ടില്ലേ? അമ്മേൻ്റെ വായിൽ കൈയിട്ടിളക്കിയാൽ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ അപ്പോൾ വെറുതെ പറഞ്ഞതാ എന്ന് പറഞ്ഞ് രോഹിത്ത് ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ബാലചന്ദ്ര മേനോന് അസഹനീയമായ നെഞ്ചുവേദന അനുഭവപ്പെടുക. എന്നാൽ ആ ഹോസ്പിറ്റലിലേക്ക് പോവാമെന്ന് മക്കൾ നിർബന്ധിച്ചെങ്കിലും ബാലചന്ദ്രൻ വിസമ്മതിക്കാണ്. വേണ്ട, എനിക്ക് ഹോസ്പിറ്റലിലേക്കും എവിടെയും പോവേണ്ട. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും. ഹോസ്പിറ്റലിൽ പോയാൽ അവർ ICUവിൽ കയറ്റും. പിന്നെ എനിക്ക് ഒരിടത്തേക്കും പോകാൻ പറ്റില്ല. അച്ഛ, എന്തായത്? ഇങ്ങനെ വയ്യാതെ എങ്ങനെ ഹോസ്പിറ്റലിൽ പോവാതിരിക്കും? അച്ഛന് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യണമെങ്കിൽ അച്ഛന് ആരോഗ്യം വേണ്ടേ? അച്ഛൻ ഇതേ വന്നേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് രോഹിത്തും ബബിതയെല്ലാം കൂടെ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രൻ്റെ ബോധം പോയി കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഡോക്ടർമാർ തീർപ്പെടുത്ത ഇനിയൊരു ഓപ്പറേഷത്തിനൊന്നും സാധ്യതയില്ല. ആൾക്ക് ദിവസങ്ങൾ എണ്ണപ്പെട്ടു. അച്ഛനെ കൂടുതൽ ടെൻഷൻ കൊടുക്കരുത്, അധികം ആയുസില്ല. ബാലചന്ദ്രനും അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇനി തനിക്ക് അധികം ആയുസില്ല, തൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. ഇന്നയോ നാളെയോ നിലച്ചു പോകുന്ന ഒരു ഹൃദയം അയാളുടെ കൺകോണിൽ നിന്ന് ഒരിറ്റി കണ്ണുനീർ പുറത്തേക്ക് വന്നു. എന്തെല്ലാം വായിച്ച് വല്ലാത്ത ഒരു സങ്കടം.
താൻ ഒരുപാട് സ്നേഹിച്ച് 23 വർഷം കൂടെ ജീവിച്ച തൻ്റെ ഭാര്യ ഇന്നേ വരെ തന്നോട് ആത്മാർത്ഥയും സ്നേഹം കാണിച്ചില്ല. അവളോട് ഈ അവസാന നിമിഷമെങ്കിലും സത്യം തുറന്ന് പറയണം. തൻ്റെ വിജയമാണിവിടെ. എന്നിട്ട് ബാലചന്ദ്രൻ മരിച്ചാലും യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നിന്ന് എണീക്കുന്നത് കാണുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താ ബാലചന്ദ്ര ഇത്, എവിടെ കിടക്ക്? രോഗിയാണ്. എന്തായാലും ഡോക്ടറെ, ഞാൻ മരിക്കുമെന്ന് നിങ്ങളെല്ലാം തീർപ്പെഴുതി. പിന്നെ ഞാനെന്തിനാണ് ഇവിടെ കിടക്കുന്നത്? എൻ്റെ ജീവനുമെല്ലാം മിച്ചവും കിട്ടുമോ ഇവിടെ കിടന്നാൽ? ഇല്ലല്ലോ, എനിക്ക് ഇപ്പം തന്നെ പോവണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഓടും. അങ്ങനെ ബാലചന്ദ്രൻ വാശി പിടിക്കാട്ടോ. അവശനിലായി കണ്ടിരുന്നു. ആ സമയത്ത് വൈജ വന്ന്, എന്തായി കാണിക്കുന്നത്? നിങ്ങൾക്ക് തീരെ ഇതിലെ ഹോസ്പിറ്റലാണിത്, ഇവിടെ കിടക്കൂ. ഞാൻ ജീവിച്ചിരുന്നിട്ട് ആർക്കാ ലാഭം? ആർക്കുണ്ടോ? നിനക്കുണ്ടോ വൈജയെ? ഞാൻ ജീവിക്കണമെന്നോ ഞാൻ ആയുസോടെ ഇരിക്കണമെന്നോ നിനക്ക് വല്ല വിചാരമുണ്ടോ? അതുണ്ടാവില്ലല്ലോ. നീ എന്നെ സ്നേഹിച്ചിരുന്നെന്ന് പറഞ്ഞതെല്ലാം പച്ച കള്ളമല്ലേ? നീ എപ്പോഴെങ്കിലും വൈജയെ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അന്നേരത്ത് ആ ചോദ്യം വൈജയുടെ മനസ്സിൽ തറച്ച പോലെ കണ്ണുകൾ നിറയാണ്. ശരിയാണ്, ഇന്നേ വരെ ബാലചന്ദ്രനെ ഞാൻ സ്നേഹം നടിക്കാന്നല്ലാതെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടോന്നേ അവളുടെ മനസ്സിൽ ചോദിക്കാട്ടോ. സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിച്ചിട്ടില്ല. ഒരുപാട് മുറിവുകൾ തൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിച്ച പുരുഷൻ തന്നെ ഉപേക്ഷിച്ചതിലും ആ ഒരു സങ്കടമായിരിക്കും വൈജയുടെ ഉള്ളിൽ. വൈജ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക. ബാലചന്ദ്രൻ ഇന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തനിക്കല്ലേ? താൻ എന്തുകൊണ്ടാണ് ബാലചന്ദ്രനെ സ്നേഹിക്കാൻ കഴിയാനത്? തൻ്റെ 3 മക്കളുടെ അച്ഛനല്ലേ? ഇന്നേ വരെ ആ മനുഷ്യൻ തന്നോട് ഒരു മറുത്ത വാക്ക് പറഞ്ഞിട്ടില്ല. അലീന വന്നതിന് ശേഷം പിന്നീട് ഒരിക്കലും ശബ്ദമുയർത്തി സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. അതുവരെ തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തന്നു. തൻ്റെ എല്ലാ വാശിക്കും കൂട്ടുനിന്ന ആളാണ്. അങ്ങനെ ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് വൈജയന്തി പോകുന്നുണ്ട്. ബാലചന്ദ്രൻ അവളെ കണ്ടതും തല തിരിച്ച് നോക്കുകയാണ്. നിന്നെ വിളിപ്പിക്കാനിരിക്കായിരുന്നു. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്നെയോ? അലീനയല്ലേ വിളിക്കണത്? അവളാണല്ലോ ഓടിയെത്തേണ്ടതും നിങ്ങളെ നോക്കണതും. അവൾ വരും. അവൾ എൻ്റെ മകളുടെ സ്ഥാനത്താണ്. അതൊക്കെ ബാലചന്ദ്രൻ ചുമ്മാ പറയുന്നതാ. നിങ്ങൾ അവളെ രഹസ്യമായി എവിടെയോ പാർപ്പിച്ചതാ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അവിടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മധ്യവയസ്കയായ ഭാര്യയെക്കാളെ ഇഷ്ടം നിങ്ങൾക്ക് ചെറുപ്പക്കാരിയായ പെണ്ണുങ്ങളോടായിരിക്കും. തൊലിവെളുപ്പും ഉണ്ടല്ലോ. ഏതോ ഒരു സ്ത്രീ പിഴച്ച് പ്രസവിച്ചതിൻ്റെ ഗുണം അവളും കാണിക്കാതിരിക്കോ? അവൾ എന്നാണാവോ പിഴച്ച് പ്രസവിക്കുന്നത്? നിർത്തടി. നിന്നോട് അല്പം താഴ്ന്നു സംസാരിച്ചപ്പോഴേക്കും നീ തലയിൽ കയറാണോ? നീ നേരത്തെ പറഞ്ഞല്ലോ ഏതോ ഒരു സ്ത്രീ പിഴച്ച് പ്രസവിച്ചെന്ന്. അതിൽ നീയും പെടില്ലേ? നീയും ഒന്ന് പിഴച്ച് പ്രസവിച്ചവളല്ലേ? എന്നിട്ട് നീ നല്ല കന്യകത്തൻ ചമഞ്ഞോണ്ടല്ലേ എൻ്റെ മുമ്പിൽ നീ താലി കെട്ടാനായിട്ട് തലകുനിച്ച് വന്നത്? നിനക്ക് സ്വന്തം നെഞ്ചിൽ തൊട്ട് പറയാൻ പറ്റുമോ നീ പിഴച്ച് പ്രസവിച്ചിട്ടില്ലെന്ന്? ആ കുഞ്ഞിനെ നീ എന്തു ചെയ്തു? വൈജയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ബാലചന്ദ്രൻ്റെ ചോദ്യം. നെട്ടലോടെ വൈജയുടെ തല കറങ്ങുന്ന പോലെ തോന്നാണ്. ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കാൻ പോലും ശക്തിയില്ല. എന്നിട്ട് നീ എത്ര മാന്യമായിട്ടാണ് 23 വർഷക്കാലം എൻ്റെ കൂടെ ജീവിച്ചത്. നീ അത്രയും പതിവ്രത ചമഞ്ഞു. നീ എത്ര അഹങ്കാരത്തോടു കൂടെയാണ്. നിന്റെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ എൻ്റെ കാലിൽ പൂവിട്ട് പൂജിക്കുമായിരുന്നില്ലേ? അല്പം സ്നേഹം നീ എന്നോട് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? എപ്പോഴും നിന്റെ ഇഷ്ടങ്ങൾ മാത്രമേ എന്നെ നീ അടിച്ചേൽപ്പിച്ചിട്ടുള്ളൂ. അതൊക്കെ പോട്ടെ, നീ സ്റ്റാലിൻ ജോസഫുമായിട്ടുള്ള ഒരാളുമായിട്ട് നീ പ്രണയത്തിലായിരുന്നു. ആഗ്രയിൽ കുറേ കാലം അയാളൊത്ത് ഒന്നിച്ച് ജീവിച്ചു. അതിലൊരു മകളുണ്ടായി നിനക്ക്. ആ മകൾ എവിടെയെന്നാ എൻ്റെ ചോദ്യം എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി നെട്ടിത്തരിച്ച് ഭൂമി തലക്കീഴിൽ മറിയുന്ന പോലെ അവൾക്ക് തോന്നുക. എൻ്റെ ജീവൻ പോലും അല്പം ബാക്കി വെച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ മുഖത്ത് നോക്കി ഇതെനിക്ക് ചോദിക്കണമെന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ജീവനോടെ ആയുസോടെ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്നത്. അതിനുവേണ്ടി മാത്രം. ഇനി ബാലചന്ദ്രൻ മേനോന് മരിച്ചുപോയാലും യാതൊരു പ്രശ്നവുമില്ല. നീ കുറച്ചു മുമ്പ് സംബോധനം ചെയ്തില്ലേ അലീന പിഴച്ച് പ്രസവിച്ചതാണെന്ന്? അതേടി, അവളെ നിന്നെപ്പോലെ ഒരുത്തി പിഴച്ച് പ്രസവിച്ചത് തന്നെയാണ്. നിന്നെപ്പോലെ ഒരുത്തിയെന്നല്ല, അവൾ എവിടെയാണെന്ന് നിനക്കറിയണ്ടേ? അവൾ അവളുടെ അച്ഛൻ്റെ അടുത്താണ്. അവളെ ജനിപ്പിച്ച തന്തയുടെ അടുത്ത്. അതാരാണെന്ന് ചോദിക്ക്. നീ തന്നെയാ ചോദിക്കേണ്ടത്. അതിനുള്ള മറുപടിയും ഞാൻ പറയാം. വൈജയ്ക്ക് പിന്നെ ഒന്നും കേൾക്കാൻ മേല. ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തന്നോട് ഇങ്ങനെ പെരുമാറുന്ന കാര്യവും അവൾക്ക് മനസ്സിലാവാണ്. ഇത്രയും കാലം
ഞാൻ നിന്നിൽ നിന്ന് എല്ലാം മറച്ചു വെക്കുന്നതും നീ എൻ്റെ മുമ്പിൽ ഒരു തോൽവിക്കാരിയായിട്ട് എല്ലാം ആട്ടം ഞാൻ കാണുകയായിരുന്നു. ഞാനും നീയും തമ്മിലുള്ള ബന്ധം വേർപിരിയുമെന്ന് ഗംഗേട്ടനോടും നിന്റെ ആങ്ങളമാരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാ ഞാൻ അറിഞ്ഞ രഹസ്യം അവർ നിന്നോട് പറയാനത്. നിന്നെ പല വിധത്തിൽ അവർ ഉപദേശിച്ചല്ലോ. ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും നീ കരുതുന്നത്. പക്ഷേ ഈ ബാലചന്ദ്രൻ അറിഞ്ഞു. നിന്റെ മകൾ അന്ന് മരിച്ചെന്ന് പറഞ്ഞ് എല്ലാവരും ആ മുഖം പോലും കാണിക്കാതെ ഒരു ഓർഫനേജിൽ കൊണ്ടുപോയി തള്ളിയില്ലേ? അത് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോഴും വൈജയന്തിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുക. അതെ, നിന്റെ ആങ്ങളമാരും നിന്റെ ചത്തുപോയ തന്തയെല്ലാം കൂടെ ചേർന്ന് നിന്നെ പറഞ്ഞു പറ്റിക്കുമായിരുന്നു. അവള് വളർന്നു വലുതായി നിന്റെ വീട്ടിൽ തന്നെ വേലക്കാരിയായി വന്ന കാര്യവും ഓർമ്മയുണ്ടോ നിനക്ക്? അവളാണ് അലീന. ഏതോ സ്ത്രീ പിഴച്ചു പ്രസവിച്ചെന്ന് ഇടക്കിടക്ക് നീ പറയാറില്ലേ? അവള് തന്നെ അലീന. ഇതെല്ലാം കേട്ട വൈജയുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വൈജ ആകെ നെട്ടിത്തരിച്ച് സകല ബോധം നഷ്ടപ്പെട്ട് നിൽക്കാണ്. നിനക്ക് നൽകുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ? സ്വന്തം മകളാണെന്നറിയാതെ നീ അവളെ ചവിട്ടരച്ചു. നീ അവളെ എന്തെല്ലാം ദ്രോഹം ചെയ്തു. അല്പം നിമിഷം നേരം പോലും നീ അവളെ പ്രാഗി പറഞ്ഞു. അത് തന്നെയായിരുന്നു ഞാൻ നിനക്ക് നൽകിയ ശിക്ഷ. സ്വന്തം മകളാണെന്ന് അറിയുമ്പോൾ നീ മനസ്സ് പൊട്ടിക്കരയും. നിന്റെ മനസ്സ് കീറി മുറിയും. അത് മാത്രം മതി എനിക്ക്. 23 വർഷക്കാലം നീ എന്നെ ചതിച്ചതിനുള്ള പക. ഒരിക്കലെങ്കിലും നീ എന്നോട് മനസ്സുകൊണ്ടെങ്കിലും നീ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും നിന്റെ വാശി, നിന്റെ അഹങ്കാരം, നിന്റെ നിന്ദ എല്ലാം ജയിക്കണം. അത് മാത്രമേ നിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളൂ. ബാലചന്ദ്രൻ എന്ന ഒരു മനുഷ്യനായിട്ട് നീ കണ്ടിട്ടുണ്ടടി. എന്നിട്ട് പോലും ഞാൻ നിന്നെ സ്നേഹിച്ചു. ഞാൻ എൻ്റെ ഭാര്യയെ മക്കളെയും വേണ്ടി ഞാൻ ഇത്രയും കാലം ജീവിച്ചു. നീ എന്നെ ചതിച്ചു എന്നറിഞ്ഞ നിമിഷം മുതൽ ബാലചന്ദ്രൻ ആകെ മാറി. നിന്നെ ഞാൻ വെറുത്തു. ഒരിക്കലും നിനക്കെൻ്റെ മുന്നിൽ മാപ്പില്ല. നിന്റെ മകളാണ് അലീന. ഇനി ഒരക്ഷരം എന്നോട് ചോദിക്കേണ്ട. ബാക്കി കഥകൾ നിന്റെ ആങ്ങളമാർക്കെല്ലാം അറിയാം. വൈജയ്ക്ക് ഇത് ഉൾക്കൊള്ളാനാവുന്നില്ല. വൈജ പുറത്തേക്ക് പാഞ്ഞു. അവൾ റൂമിൽ കയറി ഡ്രസ് ചേഞ്ച് ചെയ്ത് കാറെടുത്ത് നേരെ പോയത് ശിവേട്ടൻ്റെ അടുത്തേക്കാണ്. ഗംഗേട്ടനോടും കാര്യങ്ങൾ അറിയണം. ശിവൻ്റെ മുമ്പിൽ ചെന്ന് അവൾ ചോദിക്കുന്നുണ്ട്, എനിക്കൊരു കാര്യം അറിയണം. അന്ന് ഞാൻ പ്രസവിച്ച എൻ്റെ മകൾ എവിടെ? ഒരലർച്ചയായിരുന്നു. എന്താ വൈജയ നീ പറയുന്നത്? നിന്റെ മകളോ? അതെ, ഞാൻ പ്രസവിച്ച എൻ്റെ മകൾ എവിടെ? അന്ന് ചാപ്പിള്ളയാണെന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഓർഫനേജിലാക്കിയില്ലേ? വൈജയ്, ഞങ്ങൾ പറഞ്ഞ സമാധാനത്തോടെ കേക്ക്. ഗംഗേട്ടനും അന്നേരം അവിടെയുള്ള കാര്യം അപ്പോഴാണ് കേട്ടോ വൈജ അറിയുന്നത്. ഓഹോ, ഗംഗേട്ടനും ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണോ? ഞാൻ ബാലചന്ദ്രൻ ഹോസ്പിറ്റലാണെന്ന വിവരം കേട്ടപ്പോൾ അവൻ കുറച്ച് സീരിയസ് ആണെന്ന് കേട്ടപ്പോൾ വന്നതാണ്. ഓ, എന്നാലേ ഒരു കാര്യം എനിക്ക് മുഖത്ത് നോക്കി ചോദിക്കണം. അന്ന് 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസവിച്ച കുഞ്ഞെവിടെ? അന്ന് അത് ചാപ്പിള്ളയാണെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്നെ പറഞ്ഞു പറ്റിച്ചു. ആ കുഞ്ഞ് അലീനയാണോ? ആ ചോദ്യം കേട്ടതും ഗംഗാധരനും ശിവശങ്കരനും ഒരേപോലെ നടുങ്ങുന്നുണ്ട്. സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും അവളെ അറിയിച്ചു എന്ന സത്യവും മനസ്സിലാവാണ്. വൈജി, ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം. നീ ചിന്തിച്ച് പ്രവർത്തിക്കണം. ഇല്ല, എനിക്കൊന്നും കേൾക്കേണ്ട. എൻ്റെ മകളെ എൻ്റെ മുമ്പിലിട്ടിട്ട് ഞാൻ എത്രമാത്രം അവൾ വീണ്ടും അവിടെ ഒന്നും പൊട്ടിത്തെറിക്കാതെ ഒന്ന് പൊട്ടിക്കരയാതെ വൈജ നേരെ വീണ്ടും കാറെടുത്ത് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ അവിടെ ഉണ്ടായിരിക്കില്ല. ഈ ഒരു അവസ്ഥയിൽ ബാലചന്ദ്രൻ എവിടെ പോയിരിക്കും എന്നവൾ ചിന്തിക്കുക പോലും ചെയ്യാതെ റൂമിൽ കയറി വാതിലടക്കുന്നുണ്ട്. അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നാം. അലീന വീട്ടിലേക്ക് വന്നത് മുതൽ കാരണമില്ലാതെ അവൾ ഒരു ശത്രുവിനെ പോലെയാണ് വൈജയന്തി കണ്ടിട്ടുള്ളത്. ഒരിക്കലും സ്നേഹത്തോടൊരു വാക്ക്, എന്തിന് ഒരു വേലക്കാരുടെ സ്ഥാനത്ത് പോലും അവളെ കണ്ടില്ലായിരുന്നു. തൻ്റെ മക്കൾക്ക് വേണ്ടി അവൾ എന്തെല്ലാം ചെയ്തു. തൻ്റെ കുടുംബം പിടിച്ചു നിൽക്കാൻ വേണ്ടി അവൾ എന്തെല്ലാം ചെയ്തു. അവൾ എൻ്റെ മകളാണെന്ന് ബാലചന്ദ്രൻ എങ്ങനെ അറിഞ്ഞു? ഇതെല്ലാം അവളുടെ മനസ്സിൽ ചോദ്യചിഹ്നങ്ങളായി നിന്നു. ഇല്ല, അലീന അവൾ എൻ്റെ പൊന്നു മോളാണോ? അവളെ കാണാൻ ആഗ്രഹിച്ചതോളം മറ്റൊരു മക്കളെയും ഞാൻ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ അവളോട് മുമ്പിൽ പോലും മാപ്പ് പറയാൻ പോലും എനിക്ക് അർഹതയില്ല. അവളുടെ അച്ഛൻ സ്റ്റാലിൻ ജോസഫിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു. പക്ഷേ ഈ വൈജയ്ക്കിനി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാം യാതൊരു അർഹതയില്ല. മോളെ മാപ്പ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് കത്തെല്ലാം എഴുതി വെച്ച് വൈജ സാരി ഇങ്ങനെ ഫാനിൽ കുരുക്കാട്ടോ. വൈജ തീ പാർന്ന പോലെ തിരിച്ചു വന്നതും ശിവനോട് ഗംഗാധരൻ പറയുന്നുണ്ട്, അവൾ എന്തെങ്കിലും കടുങ്ങായി ചെയ്യും. ഒന്നല്ലെങ്കിൽ എല്ലാം തടിച്ചമർത്തും, അല്ലെങ്കിൽ അവളിപ്പോൾ ആകെ പൊട്ടി നിൽക്കാം. ശിവ വാ, നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഗംഗാധര മേനോനും ശിവനും കൂടെ അവളുടെ പുറകെ പോയിട്ടുണ്ടോ. ഭാഗ്യത്തിന് കാറ് അവിടെ നെടുമ്പുരക്കൽ തന്നെ ഉണ്ടാവും. അങ്ങനെ അവർ ആണെങ്കിലും അകത്തെല്ലാം നോക്കുന്നുണ്ടെങ്കിലും വൈജി അവിടെ ഒന്നും കാണുന്നില്ല. ഡോറ് ലോക്കായിരിക്കും കേട്ടോ. അപ്പോഴേക്കും കുട്ടികൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും വന്നിട്ടുണ്ടാവും.
അവരാണെങ്കിലോ അമ്മയെക്കുറിച്ചൊക്കെ നോക്കുന്നുണ്ട്. അമ്മ എവിടെ? അച്ഛനെയും കാണുന്നില്ലല്ലോ. അങ്ങനെ ഡോറ് അകത്തേക്ക് കൂട്ടിയിട്ടാണ് വൈജ ഈ ഒരു തൂങ്ങി മരിക്കുക, ആത്മഹത്യ ചെയ്യാനായിട്ട് നിൽക്കാം കേട്ടോ. അങ്ങനെ വൈജ ആക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ ഡോറ് അടിച്ചു പൊളിക്കുന്നുണ്ട്. അങ്ങനെ റൂമിൽ കയറിയ ഗംഗേട്ടനും ശിവനും ബബിതയും രോഹിത്തെല്ലാം ആ കാഴ്ച കണ്ട് നെട്ടി നടുങ്ങി നിറക്കാണ്. വൈജെ നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവരാ ഫാനിലെ കുരുക്ക് അയച്ചു മാറ്റുന്നുണ്ടിട്ടാ. പാതി ജീവനോടെ താഴേക്ക് വീഴാണ് വൈജയുടെ കണ്ണുകൾ ബോധം മറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്ര വിവരമറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ബാലചന്ദ്ര അവളോടെല്ലാം തുറന്ന് പറയുന്നതിന് മുമ്പേ ഞങ്ങളുടെ ഒരു വാക്ക്. ആ സമയം ബാലചന്ദ്രൻ അവരെ ഒന്ന് അപേക്ഷ രൂപത്തിൽ നോക്കുന്നല്ലാതെ മറുപടി പറയുന്നില്ല. അങ്ങനെ വൈജയാണെങ്കിലോ ഹോസ്പിറ്റൽ ICUവിലായിരിക്കും. വൈജയെ കാണാനായിട്ട് ബാലചന്ദ്രൻ ചെല്ലുന്നുണ്ട്. വൈജ അയാളെ ദയനീയമായി നോക്കുക. മാപ്പ് പറയാൻ പോലും അർഹതയില്ലെന്ന് എനിക്കറിയാം. എന്നാലും മാപ്പ്, എൻ്റെ ജീവൻ അങ്ങ് അവസാനിപ്പിച്ചിട്ട് എല്ലാം തീർക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ആർക്കും ഞാൻ ശല്യമാവില്ല. ആരും അറിയാത്ത ഒരു വൈജ ഉള്ളിനുള്ളിൽ ജീവിച്ചിരിക്കുന്നത് ആരും അറിഞ്ഞില്ല എന്നവൾ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ വൈജയെ ഡിസ്ചാർജായി വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ പഴയതിലും വൈരാഗ്യം വെച്ചൊന്നും ബാലചന്ദ്രൻ പെരുമാറുന്നില്ല. ബാലചന്ദ്രൻ്റെ മുമ്പിൽ വന്ന് കാലിൽ വീണ് പൊട്ടിക്കരയുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ബാലചന്ദ്രൻ്റെ മുമ്പിൽ തുറന്ന് പറഞ്ഞാൽ തനിക്ക് ഭയമായിരുന്നു, തനിക്കെല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയം. എല്ലാ ആണുങ്ങളെയും വിശ്വസിക്കാൻ പാടില്ല എന്നായിരുന്നു എൻ്റെ മനസ്സിലെ ഒരിത്. എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. അതിലുപരി ഞാൻ എൻ്റെ മോളോട് ചെയ്തത്. അപ്പോഴേക്കും ബാലചന്ദ്രന് അത് മാത്രം മതിയായിരുന്നു. വൈജയുടെ മാപ്പ് പറച്ചിൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സാരമില്ല, നിൻ്റെ മോളല്ലേ, അവൾക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയും. ഇന്നേവരെ അവൾക്ക് നിന്നോട് യാതൊരു വെറുപ്പുമില്ല. അവൾ എപ്പോഴും പറയും അമ്മ എന്നെ മോളെ എന്ന് വിളിക്കുന്നത് കാത്തിരിക്കുകയാണ് ഞാനെന്ന്. പക്ഷേ അതിലുപരി ഞാൻ നിങ്ങളോട് ചെയ്തത്, ഞാൻ ബാലചന്ദ്രനെ ഒരിക്കൽ പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്ന് പറഞ്ഞല്ലേ, അത് അങ്ങനെ പറയുന്നത് ദൈവശിക്ഷയാവും. ഞാൻ മനസ്സുകൊണ്ട് എത്ര മാപ്പ് പറഞ്ഞിട്ടുണ്ട്, എത്ര ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. ബാലചന്ദ്രൻ അറിയോ, ഓരോ രാത്രിയും ഞാൻ ഉറങ്ങാതെ കരഞ്ഞിട്ടുണ്ട്. ബാലചന്ദ്രൻ്റെ കാൽ വീണ് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നെ എന്തിനാണ് ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഞാൻ അല്ലാതാക്കിയതായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അതൊന്നും ഞാൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. എന്നെ ചതിക്കുമായിരുന്നു. നിന്നെ ചതിച്ചത് നിൻ്റെ ഏട്ടനും അച്ഛനും കൂടെയാണ്, അല്ലാതെ സ്റ്റാലിൻ ജോസഫ് അല്ല. അയാൾ ആ ദിവസങ്ങളിലെല്ലാം കോമ സ്ഥിതിയിൽ 1 വർഷത്തോളം അയാൾ ആക്സിഡൻറ്റ് സംഭവിച്ചു ഹോസ്പിറ്റലായിരുന്നു. അന്ന് 2 വീട്ടുകാരും കൂടെ ചേർന്നുണ്ടാക്കിയ കള്ളക്കഥയാണ് ആ വിവാഹമൊക്കെ. നീയും അയാളും തെറ്റിദ്ധരിപ്പിച്ചു. നീ വിവാഹം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞ് അയാളെയും തെറ്റിദ്ധരിപ്പിച്ചു. എല്ലാത്തിനും ഒരു നാടകമായി, ഒരു കഥാപാത്രമായി ഞാനെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ പരസ്പരം പുറത്ത് അവർ ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അന്ന് രാത്രിയോടെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന ഒരു ദയനീയ എപ്പിസോഡൊക്കെ ആട്ടോ നമുക്ക് കാണാൻ വേണ്ടി കഴിയാം. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.